നിശ്ചയദാർഢ്യത്തോടെ ഉറക്കമുണർന്നാൽ സംതൃപ്തിയോടെ ഉറങ്ങാൻ കിടക്കാം. ഇങ്ങനെ പല കോട്സുകളും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കേൾക്കാറുണ്ട്. അതിലെന്തൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം പകർത്താറുണ്ട്? പുലർന്ന് 8 മണിക്ക് മുമ്പ് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന 6 ശീലങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതാണ് ഹാൽ എൽറോഡിന്റെ വിസ്മയ പുലരി എന്ന ബുക്കിലൂടെ നാം പഠിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിലും നമുക്ക് സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ആ ബുക്ക്. വായന ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും വായിക്കാൻ തോന്നുന്ന ഒരു ബുക്കാണത്. നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ പാഷനെ കണ്ടെത്തി നമുക്ക് മുൻപോട്ട് പോകാൻ ഏതൊക്കെ രീതിയിൽ സാധിക്കുമോ അതിനൊക്കെയുള്ള ആ ഒരു ടൂള്. ഇറ്റ്സ് മീ അസിയ ഷമീർ, മൈൻഡ് കോച്ച് ഓഫ് എഡിഎം ടോക്സ്. ഹിലി ഹബിൻ്റെ മാജിക്കൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് വിസ്മയ പുലരി എന്നുള്ള അല്ലെങ്കിൽ മിറക്കിൾ മോർണിംഗ് എന്നുള്ള ആ ഒരു ബുക്കിനെ കുറിച്ചാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയ ഒരു ബുക്ക്. പുലരിയെ എല്ലാവരും ഇഷ്ടപ്പെടാറില്ല, പക്ഷേ ഇഷ്ടപ്പെടുന്നവർക്ക് എന്നും അതൊരു അനുഭവം കൂടിയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമയമില്ല എന്ന് പറഞ്ഞ് നാം പലപ്പോഴും മാറ്റിവെക്കുന്ന പല കാര്യങ്ങളെയും നേടാൻ സാധിക്കുന്നത് ഈ ഒരു പുലർച്ചെയുള്ള 1 മണിക്കൂർ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റിവെച്ചാൽ സാധിക്കുന്നതാണ്. അതിൽ പറയുന്ന ഒരു വാക്കാണ് സെർവേഴ്സ് എന്നുള്ളത്. ആ സേവേഴ്സിന്റെ ഫുൾ ഫോമിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ആ 6 കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇത്രയധികം മാറ്റങ്ങൾ സംഭവിക്കുമോ എന്ന് ചിന്തിക്കും. പക്ഷേ നമുക്ക് മാറ്റങ്ങൾ വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ റെഡിയാണോ? ആ സേവേഴ്സ് എന്താണെന്ന് അറിയാൻ വേണ്ടി? നിങ്ങൾക്ക് ഏവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ അതിനെ നമ്മുടെ ജീവിതത്തിൽ അടുക്കും ചിട്ടയുമായി ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളാണ് എന്ന രീതിയിൽ മുൻപോട്ട് വന്നു കഴിയുമ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. SAVERS, സെർവേഴ്സ്. ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് എത്തുക? ഒന്ന് വേണ്ട, 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 6 മിനിറ്റും കൊണ്ടും അത് ചെയ്യാൻ പറ്റും. സൈലൻ്റ് ആയിട്ട് കുറച്ച് സമയം ഇരിക്കുക എന്നുള്ളതാണ്. അഫർമേഷൻസ് എഴുതുക എന്നുള്ളതാണ്. വിഷ്വലൈസേഷൻ ചെയ്യുക, എക്സസൈസ് ചെയ്യുക, റീഡ് ചെയ്യുക, ഡയറി റൈറ്റിംഗ് അല്ലെങ്കിൽ സ്ക്രൈബിംഗ്. ഇതാണ് സെർവേഴ്സ് എന്നുള്ളതിൻ്റെ ഫുൾ ഫോമായി വരിക. ഇതെങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുക എന്നല്ലേ? നമ്മൾ ഒരു ദിവസത്തിൽ ഒരു 5 മിനിറ്റ് സമയമാണെങ്കിലും നമ്മൾ സൈലൻ്റ് ആയിട്ടൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ മനസ്സിലാക്കാനും പുതിയ പുതിയ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് എത്തിപ്പെടാനും സാധിക്കും എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. ഇനി അഫർമേഷനിലൂടെ, വ്യക്തമായ അഫർമേഷനിലൂടെ നമ്മൾക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ റൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വിഷ്വലാണെങ്കിൽ നമ്മുടെ മൈൻഡിൽ അതിനെ ഇമാജിൻ ചെയ്യുന്നുണ്ട്. വിഷ്വലായിട്ട് നമ്മൾ നേടിയെടുക്കുന്ന കാര്യങ്ങളെ അതേപോലെ നമ്മുടെ ഉള്ളിൽ കണ്ട് അതിനെ അനുഭവിച്ച് നാം അതിനെ ഈ നിമിഷത്തിൽ തന്നെ അനുഭവിക്കുകയാണ് ചെയ്യുന്നത്. എക്സസൈസ് എന്താണെന്നുള്ളതും എന്തിനാണെന്നുള്ളതും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ആ എക്സസൈസ് എന്നുള്ളതും നമ്മൾ എന്നും ചെയ്യുന്നുണ്ടോ, കൃത്യസമയത്ത് കൃത്യമായി ചെയ്യുന്നുണ്ടോ, അത് നമ്മളിൽ വർക്കൗട്ട് ആവുക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു സമയം എന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്നത് എപ്പോഴാണെങ്കിലും കൃത്യമായ സമയത്ത് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. റീഡിങ്ങിലോ നമുക്കിഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വ വികസനത്തിന് വേണ്ടിയിട്ടുള്ള ബുക്കുകൾ ഒരുപാടുണ്ട്. കുറച്ച് ബുക്കുകളുടെ പേരുകൾ ഞാൻ പറഞ്ഞു തരാം.
ആ ബുക്കുകളെല്ലാം നമുക്ക് വേണ്ടി ഒന്ന് വായിച്ചു നോക്കുക. ആ വായനയിലൂടെ പുതിയ പുതിയ കാര്യങ്ങളെ മെനഞ്ഞെടുക്കുക. ആ കാര്യങ്ങളിലേക്ക് ആക്ഷൻ എടുത്തു തുടങ്ങുക. ആ ആക്ഷൻ ഏതിലാണ് വരിക? നമ്മുടെ ഡയറി റൈറ്റിംഗ്, സ്ക്രൈബിങ്ങിൽ വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ തോന്നുന്ന പുതിയ ആശയങ്ങളെ എല്ലാ ദിവസവും ആ സ്ക്രൈബിങ്ങിലൂടെ, ഡയറി റൈറ്റിങ്ങിലൂടെ നമ്മൾ എഴുതി വെക്കുമ്പോൾ അതെല്ലാം ഓരോ ആക്ഷനായിട്ട് പ്രവർത്തനത്തിലേക്ക് വരും എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഈ സെർവേഴ്സ് മാറ്റിയെടുക്കുന്നത് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് നേടിയെടുക്കാം ഈ സെർവേഴ്സ് എന്നുള്ളത്. ജീവിതത്തെ മാറ്റിമറിക്കട്ടെ. അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ, എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാകുന്ന ഒന്നാണെന്ന മനസ്സിലാക്കൽ, തിരിച്ചറിവിലൂടെ നമുക്ക് മുൻപോട്ട് പോകാം. താങ്ക് യു സോ മച്ച്.